ഹലോ ഗൈസ്, സുഗമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥന് ജാമ്യം കിട്ടുന്ന ഒരു നിമിഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. കോടതിയിൽ വാദമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ആ ഡോക്ടറിനെ നേരിട്ട് നമ്മുടെ കാട്ടൂരാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴാണ് ആ ഡോക്ടർ പറയുന്നത്, ഞാൻ ഒരിക്കലും അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഈ ഈ പറയുന്ന വ്യക്തിക്ക്, അതായത് ചന്ദ്രമതി മാഡത്തിന് ഭ്രാന്തുമില്ല എന്നെല്ലാവരുടെ മുമ്പാകെ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ തന്നെ നമ്മുടെ ചന്ദ്രമതി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നമ്മുടെ സിദ്ധാർത്ഥൻ എങ്ങനെ പുറത്തു വിടുകയും, മറിച്ച് നമ്മുടെ ത്യാഗരാജനും തമ്പിക്കുമെതിരെ ആ ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിന് വേറൊരു കേസ് ഫയൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ. ഏറ്റവും ഒടുവിൽ നമ്മുടെ അരുന്ധതി വന്നിട്ട് സി പിയുടെ അടുത്ത് കുറെ ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളാണ് എന്നെ ചതിച്ചത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സി പിയുടെ അടുത്ത് കുറെ ദേഷ്യപ്പെടുന്ന ഒരു നിമിഷങ്ങളാട്ടോ പിന്നീട് കാണുവാൻ സാധിച്ചത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ കാട്ടൂരാൻ വക്കീലിനടുത്ത് നമ്മുടെ പ്രഭാവതി തൊഴുകൈ ഊപ്പി നന്ദി പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണട്ടോ നമ്മുടെ സിദ്ധാർത്ഥൻ തിരികെ വരുന്നതും ആ ചന്ദ്രോത്ത് വീട് ഇവർക്ക് തിരികെ ലഭിക്കുന്നതും പഴയ പ്രൗഢിയില് ഇവരെല്ലാം ജീവിക്കുന്ന ഒരു നിമിഷങ്ങളുമാട്ടോ നമ്മൾ ഇനി കാണുവാൻ പോകുന്നതേ. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.